ഒരു ദിവസമാണ്. ഈ വിശുദ്ധ പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാ ദിവസവും പേര് പറഞ്ഞ്, കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസഭയാണ് ആറാട്ടുവഴിയിലെ ദൈവസഭ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം ദൂതനെ അയച്ച് മറുപടി അയക്കുമെന്നുള്ളത് നിശ്ചയമാണ്. തുടർന്ന് ഞങ്ങളും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ക്രിസ്തീയ ഓട്ടത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും ക്രിസ്തീയ ഓട്ടക്കളത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. ചില ആളുകൾ ഇപ്പം തുടങ്ങിയവരുണ്ട്, ചില ആളുകൾ കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയവരുണ്ട്, കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയവരുണ്ട്. പക്ഷേ ഇപ്പം എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടക്കളത്തിലെ ഓട്ടക്കാരനെ കുറിച്ചും ഓട്ട മത്സരത്തെക്കുറിച്ചും ആണ് ഇന്ന് എൻ്റെ പ്രതിപാദ്യ പ്രസംഗ വിഷയം. അതിനുവേണ്ടി ഈ ഓട്ട മത്സര കളരിയിലേക്ക് ഏവരുടെയും ശ്രദ്ധ ഞാൻ ആകർഷിക്കുന്നു. ആദ്യമായി ഓട്ട മത്സരത്തിന്റെ ഹിസ്റ്ററി നമുക്കൊന്ന് തൊട്ടുപോകാം. BC 490 ഫിഡിപ്പിഡസ് എന്ന ഗ്രീസിന്റെ ഒരു സോൾജിയർ മെസഞ്ചർ ഗ്രീസിന് പേർഷ്യൻ രാജ്യത്തിന്റെ മേൽ നേടിയ യുദ്ധ വിജയം അറിയിക്കാനായി അദ്ദേഹം മാരത്തോൺ എന്ന സ്ഥലത്ത് നിന്ന് ഏതൻസ് എന്ന സ്ഥലത്തേക്ക് ഒരു ഓട്ടം ഓടുകയുണ്ടായി. ആ വിജയവാർത്ത അറിയിക്കാനായിട്ടാണ് അദ്ദേഹം ഓടിയത്. ആ മാരത്തോൺ എന്ന സ്ഥലത്ത് നിന്ന് ഏതൻസ് എന്ന് പറയുന്ന ഓടിയ ആ ഓട്ട മത്സരത്തെ സ്മരിക്കാനായി, ആ വിജയത്തെ സ്മരിക്കാനായി പിന്നീട് ഗ്രീസ് അത് മാരത്തോൺ എന്ന ഒരു കായിക ഇനമായി അവരുടെ സ്പോർട്സിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. അങ്ങനെയാണ് മാരത്തോൺ ഈ ലോകത്തിൽ ആദ്യമായിട്ട് ഉടലെടുത്തത്. ജസ്റ്റ് അതിന്റെ ഒരു ഹിസ്റ്ററി നിങ്ങളോട് ഞങ്ങൾ സൂചിപ്പിച്ചെന്ന് മാത്രം. അടുത്തായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഓട്ടക്കാരൻ. ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും അവൻ്റെതായ ഒരു രാജ്യം ഉണ്ടാവും. ആ രാജ്യത്തിനാണ് ഓട്ടക്കാരനെ അറിയുന്നതിനേക്കാൾ കൂടുതലായി ആ രാജ്യത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ നൽകുന്നത്. ഇപ്പോൾ ഏറ്റവും നല്ല ഓട്ടക്കാരനായിരുന്നു മൗറിസ് ഗ്രീൻ. ഇപ്പം നമ്മൾ ഒളിമ്പിക്സ് ഒക്കെ കാണുന്ന സമയത്ത് അറിയാം, ആ വീഡിയോ ക്യാമറ ഇങ്ങനെ TV-യിൽ അവരുടെ ഫേസിലേക്ക് വരുന്ന സമയത്ത് നെക്സ്റ്റ് മൗറിസ് ഗ്രീൻ ഫ്രം USA എന്ന് പറയുമ്പോൾ എല്ലാവരും ആ മൗറിസ് ഗ്രീന്റെ ആ USA-യിലുള്ള എല്ലാ ഫാൻസും അവരുടെ ഫ്ലാഗുകളെല്ലാം ഉയർത്തിക്കാട്ടും. ഫാൻസ് എല്ലാം അവരെല്ലാം ഇങ്ങനെ വിജയാഹ്ലാദം വിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നെക്സ്റ്റ് ഉസൈൻ ബോൾട്ട് ഫ്രം ജമൈക്ക എന്ന് പറയുമ്പോൾ ആ ജമൈക്കയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളും അതിന്റെ ഫാൻസ് എല്ലാം അവരെല്ലാം കൈ ഉയർത്തി അവരെ വിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഓരോ രാജ്യത്തിൽ നിന്നുള്ള പ്രതിനിധീകരിച്ചുള്ള വ്യക്തികള് ആ വ്യക്തിയേക്കാൾ ഉപരിയായി ആ രാജ്യത്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ രാജ്യമാണ്, ആ വ്യക്തി അവിടെ വിജയിക്കുമ്പോൾ ആ രാജ്യമാണ് അവിടെ ഉയരത്തിലെത്തുന്നത്. ആ രാജ്യത്തിന്റെ ദേശീയഗാനമായിരിക്കും അവിടെ ഉയരത്തില് ഉണ്ടാവുക. അവിടെ പാട്ടുപാടി ആ ദേശീയഗാനമായിരിക്കും അവിടെ ഉയരുക. അപ്പൊ അതുപോലെ തന്നെ ഒരു ക്രിസ്തീയ ഓട്ടക്കാരനെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരെയും അല്ല ഇവിടെ ഉയർത്തുന്നത്. നാം ഉയർത്തുന്നത് നമ്മുടെ സ്വർഗീയ രാജ്യത്തെ ആയിരിക്കും. നാം ഇവിടെ ആയിരിക്കുമ്പോൾ ക്രിസ്തീയ ഓട്ടം ഓടുമ്പോൾ നാം പ്രസന്റ് ചെയ്യുന്നത് ഞാൻ എന്ന വ്യക്തിയല്ല. എന്റെ പേര് ജോൺ എന്ന് പറഞ്ഞാൽ ജോണിനെ അല്ല പ്രസന്റ് ചെയ്യുന്നത്. നേരെ മറിച്ചോ ഒരു ക്രിസ്തീയ ഓട്ടക്കാരനാകുമ്പോൾ നാം പ്രതിനിധീകരിക്കുന്നത് ക്രിസ്തീയ രാജ്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. നാം പ്രതിദാനം ചെയ്യുന്നത് ക്രിസ്തുവിനെയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ച് മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് നമ്മുടെ ജീവിതത്തിലൂടെ ഈ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നത്. ആ ഉത്തമ ബോധ്യത്തോടു കൂടി ആയിരിക്കണം ഒരു ക്രിസ്തീയ ഓട്ടക്കാരന്റെ ഓട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെയും നാം പ്രതിദാനം ചെയ്യുന്ന സ്വർഗീയ രാജ്യത്തെയും നമ്മുടെ രാജാവായ യേശു ക്രിസ്തുവിനെ അത്രേ നാം പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ രാജാവിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം നമുക്ക് വായിക്കാം. വെളിപ്പാട് 1-ാം അധ്യായം 13 മുതൽ 18 വരെ ഒന്ന് ഓടിച്ച് വായിച്ചാൽ. വെളിപ്പാട് 1 മുതൽ 13 മുതൽ 18 വരെ. ഏഴ് പൊൻനിലവിളക്കുകളെയും
നിലവിളക്കുകളുടെ നടുവിൽ നീലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജാലക്കൊത്തതും കാൽ ഉലയിൽ ചുട്ട് പഠിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അടുത്തത്, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി. അവന്റെ കാൽക്കൽ വീണു. ഇനി അടുത്ത വാചകം ഒന്ന് ശ്രദ്ധിക്കണമേ. അവൻ എന്റെ വലങ്കൈ വെച്ച്. നമ്മുടെ രാജാവിനെ നമ്മളോട് പറയേണ്ടത്, ഇത്രയും നേരം നമ്മൾ കേട്ടത് രാജാവിനെ കുറിച്ചുള്ള വിവരണമായിരുന്നു. നമ്മുടെ രാജാവിന്റെ ഓരോ അവയവങ്ങളെ കുറിച്ചുള്ള വിവരണം നമ്മൾ കേട്ടു. അടുത്തതായിട്ട് കേൾക്കണമേ, രാജാവിന് നമ്മളോട് പറയാനുള്ളത് എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അത് ഇത്രയും മതി. നമ്മള് ഇത്രയും നാൾ കണ്ടിട്ടുള്ള ലോകത്തിലെ രാജാക്കന്മാരെല്ലാം മരിച്ച് മൺമറഞ്ഞപ്പോൾ നാം സേവിക്കുന്ന ക്രിസ്തുവാകുന്ന രാജാവ്, നമ്മുടെ രാജാതിരാജാവായ ക്രിസ്തു മരിച്ചവനല്ല, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. നമ്മുടെ രാജാവ് ജീവനുള്ള ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുവാൻ ഇന്നും ജീവിച്ചിരിക്കുന്ന കർത്താവ് അത്രയും നമ്മുടെ കർത്താവ്, രാജാതിരാജാവായിട്ടുള്ള ക്രിസ്തു. ആ രാജാവിനെയാണ് നാം ആരാധിക്കുന്നത്. ഒരുപക്ഷെ ഈ ലോകത്തിൽ ആ രാജാവ് അവതരിച്ചപ്പോൾ ആ രാജാവിന്റെ ശരീരം മൊത്തം രക്തകണങ്ങൾ കൊണ്ട് മൂടപ്പെട്ടു. അവന്റെ കാലുകളിൽ ആണികൾ കൊണ്ട് തറയപ്പെട്ടു. അവന്റെ കൈകൾ ആണികൾ കൊണ്ട് തറയപ്പെട്ടു. രക്തം മുഴുവൻ ചീറ്റപ്പെട്ടവനായി. പുറം ഉഴവ് ചാല് പോലെ കയറുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ടേ. ഞാനിത് ഇവിടെ വിവരണം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ക്രൂശിലെ ക്രിസ്തുവിന്റെ രൂപം കടന്നു വരണം. ആ ക്രിസ്തുവിന്റെ തലയിൽ മുൾക്കിരീടം അണിയിച്ച് അത് ആഞ്ഞടിച്ചപ്പോൾ ആ മുള്ളുകളെല്ലാം തലയോട്ടിലേക്ക് ആഞ്ഞമർന്നപ്പോൾ രാജാവായ ക്രിസ്തുവിന്റെ തലയിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി. കേവലം നമ്മുടെ കയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് മുള്ള് കൊള്ളുമ്പോൾ, ഒരു ചെറിയ മരത്തിന്റെ ഒരു ചീട് കൊള്ളുമ്പോൾ എത്രത്തോളം വേദന നമ്മൾ സഹിക്കും. നമ്മുടെ കാലൊന്ന് എവിടെയൊന്ന് ഉടക്കി കഴിഞ്ഞാൽ എത്രത്തോളം വേദന നമ്മൾ സഹിക്കും. എന്നാൽ രാജാതിരാജാവായവൻ, ഈ ഭൂലോകത്തെ നിർമ്മിച്ചവൻ, നമുക്ക് വേണ്ടി കേവലം ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ച് നമുക്ക് വേണ്ടി സകല വേദനകളും ആ ശരീരത്താവായിച്ച് അവന്റെ ഉച്ചി മുതൽ ഉള്ളക്കാല് വരെ മുറിയപ്പെട്ടവനായി പച്ചമര കുരിശ് അവന്റെ തോളിൽ വഹിച്ചുകൊണ്ട് എനിക്കും നിനക്കും വേണ്ടി ഞാനും നീയും വഹിക്കേണ്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും വഹിക്കേണ്ട ഭാരം ആ ശാപത്തിന്റെ മരക്കുരിശ് ദൈവമായവൻ, രാജാവായവൻ തന്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് വീണുമെണീറ്റും കൂർത്തിരുന്നുള്ള ആ കല്ലുകൾക്ക് മുകളിലൂടെ, ആ മുള്ളുകൾക്ക് മുകളിലൂടെ കാലുകളെല്ലാം തുളയപ്പെട്ടവനായി രക്തവഴികളിലൂടെ കടന്നുപോയ ക്രിസ്തുവിനെ നിങ്ങളുടെ മനസ്സിലൊന്ന് വരച്ചിട്ടേ. ദർശനത്തിലൂടെ നിങ്ങളുടെ കണ്ണുകളിൽ ആ രക്തരൂപം, രക്തത്താൽ നിറഞ്ഞ ക്രിസ്തുവിനെ നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ടേ.
Praise the Lord, praise the Lord, praise the Lord. Hallelujah, 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 hallelujah. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അത്രേ നമ്മുടെ മുൻപിൽ കാണേണ്ടത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അത്രേ നമ്മുടെ മുൻപിൽ കാണേണ്ടത്. ക്രൂശിക്കപ്പെട്ടതോടുകൂടി മൂന്നാം ദിവസം ക്രൂശിക്കപ്പെട്ടതോടുകൂടി ശത്രുക്കൾ വിചാരിച്ചു അവിടെ തകർന്നുവെന്ന്, അവിടെ മരിച്ചുവെന്ന്, അവിടെ തീർന്നുവെന്ന്, ദൈവപുത്രൻ അവിടെ അവസാനിച്ചുവെന്ന് ലോകം വിധിയെഴുതിയപ്പോൾ പീലാത്തോസിന്റെ പാറകളെ ഭേദിക്കുന്ന ക്രിസ്തുവാകുന്ന പാറയാണെന്ന് ഈ ലോകം കണ്ടില്ല. അവർ കേവലം ഈ ലോകത്തിന്റെ പാറ വെച്ച് ക്രിസ്തുവാകുന്ന പാറയെ അവസാനിപ്പിക്കാൻ നോക്കിയപ്പോൾ ഈ ലോകത്തിന്റെ പാറയെ മാറ്റിക്കൊണ്ട് ക്രിസ്തുവാകുന്ന പാറ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. Oh Jesus, പീലാത്തോസിന്റെ ഇംപീരിയൽ മുദ്ര കൊണ്ട് മഹാരാജാവായിട്ടുള്ള ക്രിസ്തുവിനെ അടക്കം ചെയ്യുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, ഇനി അവൻ ഉയർത്താതിരിക്കുവാൻ ഇംപീരിയൽ മുദ്ര എന്ന സീൽ വെച്ച് അടക്കപ്പെട്ടപ്പോൾ അച്ചാരത്തിന്റെ മുദ്രയായിട്ടുള്ളവൻ, യഹോവയുടെ മുദ്രയായിട്ടുള്ളവൻ ക്രിസ്തുവാണെന്ന് ഈ ലോകം അറിഞ്ഞില്ല. ഈ ലോകത്തിന്റെ റോമാ ചക്രവർത്തിയുടെ ഇംപീരിയൽ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് യഹോവയുടെ മുദ്രയായിട്ടുള്ളവൻ, ദൈവത്തിന്റെ മുദ്രയായിട്ടുള്ളവൻ ഉയർത്തെഴുന്നേറ്റുകയുണ്ടായി. ഈ ലോകത്തിന്റെ സൈന്യമായ റോമൻ പടയാളികളെ കൊണ്ട് ദൈവപുത്രന്റെ ഉയർപ്പ് തടയുവാൻ ഈ ലോകം ശ്രമിച്ചെങ്കിൽ ആ ലോകത്തിന്റെ സൈന്യത്തെക്കാൾ വലിയവനായവൻ യഹോവയുടെ പടയാളിയായിട്ടുള്ള ക്രിസ്തുവായിട്ടുള്ള യഹൂദ രാജ്യത്തിന്റെ സിംഹമായിട്ടുള്ളവനായിട്ടുള്ള യേശു ആ സൈന്യത്തെ ഉറക്കിക്കിടത്തിക്കൊണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് മൂന്നാം ദിവസം നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. Praise the Lord, hallelujah. Glory to Jesus, hallelujah, hallelujah. ഓട്ടക്കാരന്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഓട്ടക്കാരന്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഫിലിപ്പിയർ 3:20 ആദ്യത്തെ ഭാഗം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഈ ലോകത്തിൽ നമ്മൾ എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല, ആ സ്വർഗീയ രാജ്യത്തിന്റെ പൗരനായി എത്ര വർഷം ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത്. നമ്മൾ ഉയർത്തുന്നത് ആ രാജാവിനെ ആയിരിക്കണം, നമ്മൾ ഉയർത്തുന്നത് നമ്മുടെ സ്വർഗീയ രാജ്യത്തെ ആയിരിക്കണം. അതാണ് പ്രിയ ദൈവമക്കളെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഉയർത്തുന്ന നമ്മുടെ രാജ്യത്തിന്റെ കൊടി, ഒരു ഓട്ടക്കാരനെ സംബന്ധിച്ച് ആ ഓട്ടക്കാരന്റെ കൊടി, ആ രാജ്യത്തിന്റെ കൊടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ കൊടി ആരാണ്? നമ്മുടെ കൊടി ഏതാണ്? കുഞ്ഞാടിന്റെ പതാകയാണ് നമ്മുടെ കൊടി. വിജയകൊടിയായിട്ടുള്ള നിസി, യഹോവ നിസി ആണ് നമ്മുടെ വിജയക്കൊടി എന്ന് പറയുന്നത്. ആ കുരിശുമരത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. ആ കുരിശുമരത്തിന്റെ തുമ്പത്ത് എന്താണ് നിങ്ങൾ കാണുന്നത്? അത് കേവലം ഒരു പതാകയല്ല, കേവലം ഒരു തുണി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു പതാകയല്ല. ആ കുരിശിന്റെ മുകളിൽ തൂങ്ങിയാടുന്ന രക്തനിറം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കീറപ്പെട്ടവനായി ശരീരം മുഴുവൻ രക്തം കൊണ്ട് പൊതിയപ്പെട്ട ക്രിസ്തു അവിടെ തൂങ്ങിയാടുന്നത്. ആ ക്രിസ്തുവിലേക്കാവണം ഓരോ ക്രിസ്തീയ ഓട്ടക്കാരന്റെ ഓട്ടം. ആ രക്തപതാകയിലായിരിക്കണം. Oh Jesus, hallelujah, hallelujah, hallelujah. രക്തപതാകയിലേക്ക്, രക്തം കുളിച്ച് തൂങ്ങിയാടുന്ന ക്രിസ്തുവിലേക്ക് നമ്മുടെ നോട്ടമുണ്ടെങ്കിൽ, നമുക്ക് മുമ്പേ കഷ്ടം അനുഭവിച്ചവൻ, നമുക്ക് മുമ്പേ ഈ ലോകത്തിന്റെ സകല വേദനയും നമുക്ക് വേണ്ടി ചുമന്നവൻ. ഈ ലോകത്തിന്റെ വേദന ഒന്നുമില്ല ദൈവമക്കളെ. നമ്മൾ ചിലപ്പോൾ രോഗത്തിന്റെ പിടിയിലായിരിക്കാം, നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ഭാരങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ടാവാം. ഒരു പിശാചിന്റെ ശക്തി എന്ന് വെച്ച് പറഞ്ഞാൽ ഈ ക്രിസ്തീയ ഓട്ടക്കാരനെ എങ്ങനെയെങ്കിലും ഈ ഓട്ടത്തിൽ നിന്ന് പിൻവലിക്കണം. അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവനെ എത്തപ്പെടാൻ പാടുകയില്ല. അതിനുവേണ്ടി പലവിധമായ രോഗമാകുന്ന പ്രതിബന്ധങ്ങൾ, തലമുറകളുടെ ഭാവിയെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലിട്ടുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന്, നമ്മുടെ ക്രിസ്തീയ ഓട്ടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറകിലേക്ക് വലിക്കാം. നിരാശയിട്ടുകൊണ്ട് നമ്മളെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മുടക്കിക്കളയാം, ഓട്ടമത്സരത്തിൽ നിന്ന് ഔട്ടാക്കിക്കളയാമെന്ന് പിശാചി ചിന്തിക്കുമ്പോൾ നമ്മുടെ നോട്ടം ക്രിസ്തുവാകുന്ന ആ രാജാവിന്റെ മുമ്പിലായിരിക്കണം. നമ്മുടെ നോട്ടം ആ തൂങ്ങിക്കിടക്കുന്ന രക്തപതാകയിലായിരിക്കണം.
Praise the Lord. Hallelujah. Hallelujah. അടുത്തതായി ഓട്ടക്കാരനെ സംബന്ധിച്ച് അവന്റെ ജേഴ്സി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓട്ടക്കാരണിയുന്ന ആ ജേഴ്സി എപ്പോഴും ആ രാജ്യത്തെയും രാജാവിനെയും വിളിച്ചറിയിക്കുന്ന ജേഴ്സി ആയിരിക്കണം. ഗലാത്യൻസ് 3:27 വായിക്കാമോ? ഗലാത്യൻസ് 3:27. വേറൊരാള് റോമൻസ് 13:14 ആദ്യ ഭാഗം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നമ്മളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ജേഴ്സി ഏത് ജേഴ്സിയാ? ക്രിസ്തു എന്ന ജേഴ്സിയാണ് നാം എല്ലാം അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളെ കാണുന്നവരെപ്പോഴും ആ ജേഴ്സിയെ ആയിരിക്കും കാണുന്നത്. ക്രിസ്തു എന്ന ജേഴ്സിയാണ് കാണിക്കുന്നത്. ക്രിസ്തു എന്ന ജേഴ്സിയെ കാണുന്നവർ നമ്മുടെ സ്വഭാവമല്ല തിരിച്ചറിയുന്നത്, ക്രിസ്തുവിനെയാണ് തിരിച്ചറിയുന്നത്. പലപ്പോഴും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ജോലി ഉന്നതതരമായിട്ടുള്ള ഒരു പദവിയിലായിരിക്കാം. ഒരുപക്ഷെ നമുക്ക് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായെന്ന് വരാം, ഒരു കണക്കിന് കോടിക്കണക്കിന് ബാങ്ക് ബാലൻസ് നമുക്ക് ഉണ്ടായെന്ന് വരാം, അല്ലെങ്കിൽ കൊട്ടാരം പോലെയുള്ള വീട് നമുക്ക് ഉണ്ടായെന്ന് വരാം. ഈ ലോകത്തിലുള്ള പലവിധമായിട്ടുള്ള മഹിമകൾ നമുക്ക് ഉണ്ടായെന്ന് വരാം. എന്നാൽ ക്രിസ്തുവിന്റെ ഓട്ടക്കാരനാകുമ്പോൾ ഞാൻ എന്ന ഭാവം അവിടെ ഉണ്ടാവാനേ പാടില്ല. നിങ്ങൾക്കറിയാം, ഞാൻ പലപ്പോഴായിട്ട് ഇവിടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, പാപം എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്ന് പറയുന്നത് സിൻ എന്നാണ്. SIN, സിൻ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് അങ്ങനെയാണ്, SIN. ഒരു സമ്മേളനം, ഒരു മീറ്റിംഗ്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് ഇവിടെ നടക്കുമ്പോൾ അതിന്റെ പ്രഥമ സീറ്റിലിരിക്കുന്നത്, സെൻട്രൽ ആയിട്ടുള്ള ഒരു സീറ്റിലിരിക്കുന്നത് എപ്പോഴും അതിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ആളായിരിക്കും. അദ്ദേഹത്തിനായിരിക്കും ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. അപ്പം ഈ പാപത്തിന്റെ നടുക്ക് കയറിയിരിക്കുന്നത് ആരാന്നറിയോ? മിസ്റ്റർ ഐ ആണ് ഈ പാപത്തിന്റെ നടുക്ക് കയറിയിരിക്കുന്നത്. മിസ്റ്റർ ഐ ആണ് പാപത്തിന്റെ. മിസ്റ്റർ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം. ആ SIN എന്നുള്ള സ്ഥലത്ത് നിന്ന് ഐ എടുത്തു മാറ്റി, ദൈവമേ ഞാൻ ഒന്നുമല്ല, ഞാൻ അങ്ങയുടെ മുമ്പിൽ ശൂന്യമാണ്, അങ്ങയുടെ മുമ്പിൽ പൂജ്യമാണെന്ന് അറിയിച്ച് അവിടെ ഒരു പൂജ്യം ഇട്ട് കഴിഞ്ഞാൽ എന്തായി? സിൻ എന്തായി മാറി? സണ്ണായി മാറി. സിന്നിനെ സണ്ണാക്കുവാൻ നമ്മുടെ മനോഭാവത്തിന് കഴിയും. ഞാൻ ആരുമില്ല, ഞാൻ ഏതുമില്ല, ഞാൻ ദൈവത്തിന്റെ മകനാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ഒന്നുമില്ല ദൈവമേ, അങ്ങിലൂടെ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ, അങ്ങാണ് എന്നിലൂടെ ജീവിക്കേണ്ടത്, അങ്ങനെയാണ് ഞാൻ എന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്നതെന്നുള്ള മനോഭാവത്തോടുകൂടി ആയി കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ മകനായി അവിടെ തീരുകയാണ്. Praise the Lord. Hallelujah. റോമൻസ് 13:14 ആദ്യത്തെ ഭാഗം വായിക്കാമോ? കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. അവിടെയും പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ആയിരിക്കണം നാം ധരിച്ചുകൊള്ളേണ്ടത്. Praise the Lord. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലായാലും ക്രിസ്തുവിനെ ധരിച്ച്, ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി, ആ രക്തക്കൊടിയെ ലക്ഷ്യമാക്കി വേണം നമ്മുടെ ഓട്ടം ഓടേണ്ടത്. Praise the Lord. Hallelujah. അടുത്തതായിട്ട് നമ്മൾ ക്രിസ്തീയ ഓട്ടത്തിൽ ഓട്ടക്കാരന്റെ ലക്ഷ്യത്തെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കാൻ പോവുകയാണ്. ഫിലിപ്പിയർ 3:14. ഫിലിപ്പിയർ 3:14 ഒന്ന് വായിക്കാമോ? ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാഖിലേക്ക് ഓടുന്നു. Praise the Lord. പിമ്പിലുള്ളത് ഓർക്കുന്നവരായിട്ടല്ല ക്രിസ്തീയ ഓട്ടക്കാരൻ. ലോത്തിന്റെ ഭാര്യയെ പോലെ ഓട്ടം ഓടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മധ്യത്തിൽ വെച്ച് പുറകിലേക്ക് നോക്കുന്നവരായിട്ടല്ല, മറിച്ചോ മുമ്പിലുള്ളത് ലാക്ക് വെച്ചുകൊണ്ട് ട്രാക്ക് തെറ്റാതെ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ആ ലാക്കിലേക്ക് ഓടുവാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഒരു നല്ല ഓട്ടക്കാരന്റെ നോട്ടം എപ്പോഴും എങ്ങോട്ടായിരിക്കും? ഫിനിഷിംഗ് പോയിന്റിലേക്കായിരിക്കും ഒരു നല്ല ഓട്ടക്കാരന്റെ നോട്ടം എന്ന് പറയുന്നത്. പുറകിലോ സൈഡിലോ എന്ത് സംഭവിച്ചാലും അവന്റെ ഫാൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും, ഫ്ലാഗുകളൊക്കെ വീശുന്നുണ്ടാവാം, മറ്റ് പ്ലേ കാർഡുകളെല്ലാം ഉണ്ടാവാം. എന്നാൽ അവിടെ ചിലപ്പോൾ കടല വിൽക്കുന്നവരുണ്ടാവാം, മറ്റു ബിസിനസ്സുകൾ ചെയ്യുന്ന പലരും ഉണ്ടാവാം. എന്നാൽ അവിടെയൊന്നും അവന്റെ ശ്രദ്ധ ഉടുക്കുകയില്ല. അവന്റെ ശ്രദ്ധ എപ്പോഴും ഫിനിഷിംഗ് പോയിന്റ്, എങ്ങനെയെങ്കിലും എത്രയും വേഗം ആ ഫിനിഷിംഗ് പോയിന്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഓട്ടക്കാരന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെയാണ് ഓരോ ക്രിസ്തീയ ഓട്ടക്കാരന്റെയും ലക്ഷ്യം. ഈ ലോകത്തിലുള്ള പലതും നമ്മളെ മാടി വിളിച്ചെന്ന് വരാം. ഈ ഓട്ടത്തിൽ നിന്ന് നമ്മളെ പിൻവലിക്കാനായിട്ട് പലവിധമായിട്ടുള്ള
മോഹങ്ങൾ നമ്മളെ മാടി പിടിച്ചെന്ന് വരാം. എന്നാൽ അതിലൊന്നും നമ്മുടെ ശ്രദ്ധയെ ഉടക്കാതെ നമ്മൾ വെച്ചിരിക്കുന്നത്, നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ക്രിസ്തു എന്ന ആ ഫിനിഷിംഗ് പോയിന്റിലേക്കായിരിക്കണം നമ്മുടെ ഓട്ടം ഓടിയെത്തേണ്ടത്. ആ നിത്യത അവകാശമാക്കുക എന്നുള്ളതാണ് ഓരോ ക്രിസ്തീയ ഓട്ടക്കാരന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു ഓട്ടക്കാരനോടുമ്പോൾ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് കാണാം, വണ്ടിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സൈഡിലുള്ള മരങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം പിൻപോട്ട് പോകുന്നതായിട്ട് കാണാം. അതേപോലെയാണ് ഒരു ക്രിസ്തീയ ഓട്ടക്കാരൻ മുന്നോട്ട് ഓടുമ്പോൾ അവന്റെ ലോകപരമായ മറ്റു കാര്യങ്ങളെല്ലാം അവൻ പിൻപോട്ടാണ് വെക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ക്രിസ്തു എന്ന ലക്ഷ്യമാണ്. ഈ ലോകത്തിലെ മറ്റു കാര്യങ്ങളെല്ലാം സെക്കൻഡറി ആണ്. പ്രൈമറി ആയിട്ട് ആദ്യ പരിഗണന നമ്മൾ നൽകുന്നത് ക്രിസ്തുവിനാണ്, ക്രിസ്തുവിന്റെ രാജ്യത്തിനാണ്, ആ നിത്യത എന്ന ഫിനിഷിംഗ് പോയിന്റിനാണ്. ആ നിത്യതയെ കണ്ട് ഓടുന്നവർ ഈ ലോകത്ത് പകച്ചു നിൽക്കുന്നവരായിട്ടല്ല, ഈ ലോകത്തിന്റെ പ്രതികൂലങ്ങളെ കണ്ട് പ്രശ്നങ്ങളെ കണ്ട് നമ്മുടെ ഓട്ടം പുറകിലേക്ക് നിൽക്കുന്നവരായിട്ടല്ല. നമ്മുടെ ഓട്ടം സ്ഥിരത ഉള്ള ആ ക്രിസ്തുവിനെ, മുന്നോട്ട് നമ്മളൊക്കെ മുമ്പ് ഓടിയ ക്രിസ്തുവിനെ നോക്കി നമുക്ക് മുന്നോട്ട് ഓടുവാനായിട്ട് കഴിയണം. പ്രൈസ് ദി ലോർഡ്. അടുത്തായിട്ട് സങ്കീർത്തനങ്ങൾ 1:1 വായിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. ഇവിടെ ഓട്ടക്കാരന് 3 വാണിംഗ് ആണ് കൊടുക്കുന്നത്. 1 നടക്കരുത്, 2 നിൽക്കരുത്, 3 ഇരിക്കരുത്. അപ്പൊ ഓട്ടക്കാരനെ സംബന്ധിച്ച് അവന് കുറച്ച് ക്ഷീണം വരുമ്പോൾ അവൻ ചെറുതായിട്ടൊന്ന് നടക്കാനായിട്ട് ചിലപ്പം ഒരു ടെൻഡൻസി ഉണ്ടായെന്ന് വരാം. ആ നടക്കുന്ന സമയത്ത് ഓട്ടം ഓടിയതുപോലെയല്ല. ഓട്ടം ഓടുമ്പോൾ സൈഡിലുള്ള ഒരു കാഴ്ചകളും അവനെ അലട്ടുന്നില്ല. അത് വളരെ സ്പീഡായിട്ട് പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നടക്കുമ്പോൾ അങ്ങനെയല്ല, പല കാഴ്ചകളും അവന്റെ ഉള്ളിലേക്ക് എത്തുവാനായിട്ട് തുടങ്ങും. ഓട്ടം നിർത്തി നടക്കുന്ന ഒരു വ്യക്തി നടന്ന് കുറച്ചു പോകുമ്പോൾ അവന് തോന്നും ഈ കാഴ്ചകൾ കുറച്ച് നല്ലതാ, ആ കാഴ്ചയെല്ലാം അവന്റെ ഉള്ളിലേക്ക് കയറുവാനായിട്ട് ഇടയായിത്തീരും. ആ സമയത്ത് അവന് തോന്നുന്നു നിന്ന് കളയാമെന്ന് തോന്നും. നിൽക്കുമ്പോഴോ നടക്കുന്നതിനാൽ കൂടുതലായി എല്ലാ കാഴ്ചകളും ആസ്വദിക്കുവാൻ, ഈ ലോകത്തെ ആസ്വദിക്കാനായിട്ട് ഇടയായിത്തീരും. നിൽക്കുന്ന ഒരു വ്യക്തി നിൽക്കുകയില്ല, കുറച്ചു കഴിയുമ്പോൾ അവൻ ക്ഷീണിച്ച് ഇരുന്ന് പോകും. ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കണമെന്നല്ല, ഇരുന്ന് കഴിഞ്ഞാൽ അവന് ഈ ലോകത്ത് കടക്കണമെന്ന് തോന്നും. പ്രിയ ദൈവത്തിലെ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ലോകത്ത് നമ്മൾ ക്രിസ്തീയ ഓട്ടം ഓടുമ്പോൾ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഓട്ടം ഓടിക്കൊണ്ടേയിരിക്കാനാണ്. ആ നിത്യത പ്രാപിക്കുന്നവരെയും ആ ഓട്ടം ഓടിക്കൊണ്ടേയിരിക്കാനാണ്. ആ ഇടയ്ക്ക് വെച്ച് ഓട്ടം നിർത്താൻ വേണ്ടിയല്ല, ആ ഓട്ടം സ്ഥിരതയോടെ ഓടി ക്രിസ്തു എന്ന ആ ബിരുദ് പ്രാപിപ്പാൻ, നിത്യത എന്ന ബിരുദ് പ്രാപിപ്പാൻ വേണ്ടി ഓടുക എന്നുള്ളതാണ്. സമയത്തിന് അതിക്രമ നിമിത്തം ഞാൻ അവസാന ഭാഗങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യ കാലങ്ങളിലൊക്കെ ബിരുദ് പ്രാപിക്കുന്ന ആളുകൾക്ക്, ഫസ്റ്റ് പ്രൈസ് നേടുന്ന ആളുകൾക്ക് അവര് കൊടുക്കുന്ന ഒരു കിരീടം ഒലിവിന്റെ തളിരിലകളായിരുന്നു കിരീടമായിട്ട് ആദ്യകാലങ്ങളിലൊക്കെ വെച്ചിരുന്നത്. ഈ ഇലകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ദിവസം കഴിയുമ്പോൾ കിരീടം കിട്ടിയപ്പോൾ നല്ല എല്ലാവരും ക്ലാപ്പൊക്കെ ചെയ്തു. പക്ഷെ കുറെ ദിവസം കഴിയുമ്പോൾ ഈ ഇലകളൊക്കെ വാടിപ്പോകും. എന്നാൽ നമ്മുടെ പ്രൈസ്, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന കിരീടം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? 2 തീമോത്തി 4:7 വായിച്ചാട്ടെ. 2 തീമോത്തി. കർത്താവ് രണ്ടാമത് വന്ന് നമ്മളെ ചേർത്ത് കൊണ്ടുപോയി തന്നോട് കൂടെ വാസം ചെയ്യുന്ന ഈ ലോകത്തിലെ രാജാക്കന്മാരെല്ലാം അവരുടെ കസേരയ്ക്ക് വേണ്ടി, അവരുടെ സിംഹാസനത്തിന് വേണ്ടി അടികൂടുമ്പോൾ, മത്സരിക്കുമ്പോൾ നമ്മുടെ മഹാരാജാവ് താനിരിക്കുന്നിടത്ത് നമ്മളെ വിരുത്തുന്ന ദൈവമാണ്, നമ്മളെ വിരുത്തുന്ന മഹാരാജാവാണ് നമ്മുടെ രാജാവ്, ക്രിസ്തു എന്ന രാജാവ്. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദീപദരക സിഹാന ദീപബബബബദരക ഓരിഗദരക സിബബബബബബബ. ഈ ലോകത്തിൽ നമുക്കൊരു കസേര ഇല്ലെന്ന് വരാം, ഈ ലോകത്തിൽ നമുക്കൊരു ഉന്നതി ഇല്ലെന്ന് വരാം, ഈ ലോകത്തിൽ മറ്റുള്ളവരെല്ലാം നമ്മളെ നിന്ദിച്ചെന്ന് വരാം. എന്നാൽ രാജാവിരിക്കുന്ന സിംഹാസനത്തിൽ നാം ഓരോരുത്തരും ഒരു നാളിരിക്കും. നമ്മുടെ ഇരുൾ നിറം മാറുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ ഈ ശരീരം, വേദനിക്കുന്ന ശരീരം, രോഗമായിരിക്കുന്ന ഈ ശരീരമെല്ലാം മാറുന്ന ഒരു സമയമുണ്ട്. തേജസ് ധരിക്കുന്ന ഒരു സമയം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആ
ആ സമയത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ വിരുത് യേശുവിലാണ്, നമ്മുടെ നോട്ടം യേശുവിലാണ്. നമുക്ക് വേണ്ടി തൂങ്ങിയറിയ രക്തക്കൊടിയിലാണ് നമ്മുടെ നോട്ടം. പ്രിയ ദൈവമക്കളെ, ആ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. ഈ ലോകത്തിലുള്ള ഒന്നും നമ്മളെ ടച്ച് ചെയ്യാതെ യേശുവിനെ നോക്കിക്കൊണ്ട് സ്ഥിരതയോടെ നമ്മുടെ ഓട്ടം ഓടി നമ്മുടെ വിരുദ് പ്രാപിപ്പാൻ ഒരു വാടാത്ത കിരീടം, ആ ജീവന്റെ കിരീടം പ്രാപിക്കുവാൻ എല്ലാ ദൈവമക്കളെയും ദൈവം ഇടയാക്കട്ടെ. അതിനുവേണ്ടി മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കുവാനും സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്റെ ഈ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം അനുവദിച്ച ദൈവദാസനും കുടുംബത്തിനും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഇരുന്നു കൊള്ളുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.